ബിഫോർ വി ആർ ഗോയിങ് ടു വീഡിയോ നമുക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്ററിയൽ ASI പോസ്റ്റിൻ്റെ ക്ലിറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഭാഗത്തുള്ള ചോദ്യം, അതായത് സിലബസ് ഏകദേശം ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ആൽഫബറ്റിക് ഫില്ലിംഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അറ്റൻഷൻ ഓഫ് ഡീറ്റെയിൽ, അതുപോലെ ഡാറ്റ ചെക്കിംഗ്, അതുപോലെ തന്നെ കംപ്രഹെൻഷൻ എബിലിറ്റി, അതുപോലെ സ്പെല്ലിംഗ് ചെക്കിംഗ്, ഇറർ സ്പോട്ടിംഗ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഏകദേശം റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും കൂടി ഇതിൽ വരുന്നുണ്ട്. റീസണിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. എനിവേ നമ്മൾ ഇതിൽ നിന്നാണ് ഓരോ ചോദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇപ്പം നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നത്. എനിവേ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സോ നമ്മൾ പറഞ്ഞതുപോലെ BSF ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്ററിയൽ ASI പോസ്റ്റിൻ്റെ ക്ലിറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഭാഗത്തുള്ള ചോദ്യമാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് വിച്ച് ഓഫ് ദി ഇമേജ് A to E ഈസ് ഓഡ്, അതായത് ഓഡ് വൺ ഔട്ടാണ് ഡയറക്റ്റ്ലി ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നമ്മുടെ ക്ലിറിക്കൽ ആപ്റ്റിറ്റ്യൂഡിൽ കമ്പയർസൺ എന്ന് പറയുന്നത്, അതായത് കമ്പയർ ചെയ്തിട്ട് ഒന്നിനെ മാറ്റി നിർത്തുന്ന ഒരു സിലബസ് ഉണ്ട് ഓഡ് വൺ നമ്മുടെ ക്ലിറിക്കൽ ആപ്റ്റിറ്റ്യൂഡിൽ. അപ്പോൾ അതിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഇവിടെ റീസണിങ്ങിലും ഇതുപോലെ ഓഡ് വൺ ഔട്ട് എന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ടും സാധിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഓഡ് വൺ ഔട്ട് വളരെ എളുപ്പമാണ്. B ആണ് ഓപ്ഷൻ വരുന്നത്. ബാക്കിയുള്ളതിന് ലൈൻസ് കൂടുതലാണ്. അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാം. ഏറ്റവും ബേസിക്കായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് B എന്ന് പറയുന്നതിന് ലൈൻസും കാര്യങ്ങളൊക്കെ കുറവാണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓഡ് വൺ ഔട്ട് അതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. മറ്റു സിമിലാരിറ്റി ഒന്നും എനിക്കിവിടെ കാണുന്നില്ല. എല്ലാം ഏകദേശം ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒന്നുപോലെയാണ് നിൽക്കുന്നത്. ഇയും അതുപോലെ ബിയും മാത്രമേ ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചെങ്കിലും ഉള്ളൂ. അതിലേറ്റവും നമുക്ക് യൂസ്ഫുൾ, നമ്മുടെ റീസണിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഏറ്റവും മികച്ച ആൻസർ എന്ന് നമുക്ക് തോന്നുന്നതാണ് നമ്മൾ ടിക്ക് ചെയ്യേണ്ടത്. റീസണിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണത്. അതുപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് B ആണ് ഓപ്ഷനായിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാവുന്നതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ടു പ്രൊഡ്യൂസ് ഹൈ ക്വാളിറ്റി ഗ്രാഫിക്സ് ഹാർഡ് കോപ്പിയാണ്. ഇൻ കളർ യു വുഡ് വാണ്ട് ടു യൂസ് ആൻഡ് എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുള്ളത്. അത് പ്ലോട്ടർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വർക്ക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് ക്ലിറിക്കൽ ആപ്റ്റിറ്റ്യൂഡിൽ കൂടുതലായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും RGB മോണിറ്റർ അല്ല, അതുപോലെ തന്നെ ഇങ്ക്ജെറ്റ് പ്രിൻ്റർ അല്ല, ലേസർ പ്രിൻ്ററും അല്ല. പ്ലോട്ടർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു സാധനമാണ് ഗ്രാഫിക്സിൻ്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഗ്രാഫിക്സ് ഹാർഡ് കോപ്പി കളർ എടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് സ്പെല്ലിംഗ് കറക്ഷനും കാര്യങ്ങളൊക്കെ അവിടെ വരും. അപ്പോൾ അതിൻ്റെ ചോദ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത്. യു ആർ ഗിവൻ 4 lines of words. Each lines contains the same words displayed in a different order. Only one line has all word written spelled correctly. ഒന്നിൽ മാത്രമേ ശരിയായിട്ട് ഉള്ളൂ, കറക്റ്റ് കൊടുത്തിട്ടുള്ളൂ. യു ആർ ക്വിക്ക്ലി ഡിറ്റർമൈൻ വിച്ച് ലൈൻ ഓഫ് വേർഡ്സ് ഈസ് കറക്റ്റ്. ഏത് ലൈനിലുള്ള ഇവിടെ 4 ഓപ്ഷൻസ് കണ്ടിട്ട് ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സോ ഇതിൻ്റെ സ്പെല്ലിംഗ് നോക്കി നമ്മൾ ഇതിൽ ഏതാണ് തെറ്റ് ഏതാണ് ശരി എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. സോ ഇവിടെ നമുക്ക് എലിമിനേഷൻ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ജനറൽ എന്ന് പറയുന്ന ഏല് ജനറൽ എന്നുള്ളത് തെറ്റല്ലേ. ഏല് ജനറലിന് ഇവിടെ NE അല്ലേ വേണ്ടത്, ഇവിടെ തെറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും A എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് വരില്ല. അത് നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ നമുക്ക് ഇതിൽ നോക്കുമ്പോൾ Bയിൽ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. Cയിൽ നോക്കുകയാണെങ്കിൽ Cയിൽ ഗ്രാഫി ഈ ഒരു സംഭവം തെറ്റാണ്. ഇവിടെ നമുക്ക് A എന്നുള്ളതാണ്, ഗ്രാഫിന് A ആണ് വേണ്ടത്. ഇവിടെ E ആണ് കൊടുത്തില്ല. അപ്പോൾ Cയും വരില്ല Aയും വരില്ല. ഇത് രണ്ടും നമ്മൾ കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് Bയും ഉണ്ട്, അതുപോലെ തന്നെ നമുക്കുള്ളത് Dയുമാണ്. ഇതിൽ തമ്മിൽ ഏതിലാണ് ആ സ്പെല്ലിംഗ് എറർ ഉള്ളത് നമുക്ക് നോക്കാം. ജസ്റ്റ് നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലായി. ഗാർഡൻ എന്നുള്ള ഗാർഡൂൺ ഇത് തെറ്റാണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തെറ്റാണ്. Dയും തെറ്റാണ്. B ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. ഇവിടെ നമുക്ക് വരുന്നത് സ്പെല്ലിംഗ് കമ്പാരിസണും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ് പോലുള്ള കാര്യങ്ങളും ഇതിൽ വരുന്നതായിട്ട് സിലബസിൽ നമ്മൾ കണ്ടതാണ്. സോ ഇത്രയധികം കാര്യങ്ങൾ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് എക്സാമിന് ടൈം ഉണ്ട്. അപ്പം ജസ്റ്റ് നമ്മൾ ഓരോന്നായിട്ട് ഫെമിലിയർ ആയിട്ട് വരിക എന്നാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂസ്ഫുൾ ആകുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അതും നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്കും കൂടി നിങ്ങൾ ചെയ്യാവുന്നതാണ്.